ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ സമയം രാത്രി 8:46. അങ്ങനെ ഇന്ന് രാത്രി പഠിക്കാൻ ആവശ്യമായ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് സാധാരണ രാത്രി അധികം അങ്ങോട്ടിരുന്ന് പഠിക്കാറൊന്നുമില്ല ഞാൻ. പക്ഷേ ഈ വരുന്ന സാറ്റർഡേ ഒരു എക്സാം ഉണ്ട്. ഇതിനു വേണ്ടി റിവൈസ് ചെയ്യാൻ വേണ്ടി ബുക്ക് തുറന്നപ്പോഴാണ് മനസ്സിലായേ മുന്നേ പഠിച്ചതൊക്കെ നല്ല ഗംഭീരമായിട്ട് മറന്നു പോയിട്ടുണ്ടായി. ഈ വരുന്ന സാറ്റർഡേ സെപ്റ്റംബർ 13 GIB എക്സാം ഉണ്ട് സൈലത്തിന്റെ. അപ്പൊ കോമഡി എന്താന്ന് വെച്ചാൽ ഓണം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഫസ്റ്റിലത്തെ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും. എന്തോ ഭാഗ്യത്തിനൊന്ന് ടൈം ടേബിൾ ഒന്നുകൂടി എടുത്ത് നോക്കിയപ്പോഴാ കണ്ടേ ഫിസിക്സിലൊക്കെ ആദ്യത്തെ 4 ചാപ്റ്റർ കൂടാതെ വർക്ക് എനർജി പവറും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ മോഷന്റെ പ്ലെയിനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2 മണിക്കൂർ മോഷന്റെ പ്ലെയിനിന്റെ MCQs സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടൈം പോകുന്നു. ഫിസിക്സിന്റെ കേസിൽ NCERT വായിക്കുന്നതിന് പകരം ഞാൻ ആ DPP ഫുള്ളായിട്ട് വായിക്കും. പിന്നെ NCERT ക്രാക്കർ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും ചെയ്യും. ഈ അനാട്ടമി ചാപ്റ്റർ എത്ര അങ്ങോട്ട് പഠിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലായി, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ ഒരു ഫീൽ. അനാട്ടമിയിൽ ഒരുപാട് കമ്പാരിസൺ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് മടുത്തപ്പോൾ ബയോമോളിക്യൂൾസ് പഠിക്കാനെടുത്ത്. ഇടയ്ക്കൊരു ഡൗട്ട് വന്നപ്പോൾ പേൾ വീഡിയോസ് എടുത്ത് കണ്ടു. അതിൽ സാറ് നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ടൈം 2:10 ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇലക്ട്രോ കെമിസ്ട്രി ഫുള്ളായിട്ട് പഠിക്കാനുള്ള ത്രാണി എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ലോസ് ഓഫ് മോഷൻ ചെറുതായിട്ടൊന്ന് DPP വെച്ച് റിവൈസ് ചെയ്ത് പോകാന്ന് വിചാരിച്ച് ലോസ് ഓഫ് മോഷൻ ഫസ്റ്റിലത്തെ പാട്ടൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയത് ലിക്വിഡ് ജെറ്റിന്റെയും റോക്കറ്റ് പ്രൊപ്പൽഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. കഴിഞ്ഞ GIB എക്സാമില് ഞാൻ ഫസ്റ്റ് ഫിസിക്സ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്, ദെൻ കെമിസ്ട്രി ആൻഡ് ദെൻ ടു ബയോളജി. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഫസ്റ്റ് നല്ല ടൈം എടുത്ത് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ബയോളജിയിലേക്ക് എത്തിയപ്പോൾ ടൈം ഇല്ലാണ്ടായി. എനിക്കാണെങ്കിൽ ടൈം ഇല്ലാന്ന് കണ്ടപ്പോ അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ബയോളജിയിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് വരെ ഞാൻ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലോസ് ഓഫ് മോഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും സമയം 3:10 ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്തതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുവിധം. ഇനിയിപ്പോ ബാക്കി നാളെ